നമ്മളെല്ലാവരും മൊബൈൽ ലോക്ക് ചെയ്തിടാറുണ്ടല്ലേ? ഏതൊക്കെ ലോക്ക് സിസ്റ്റമാണ് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കാറ്? ചില ആളുകൾ ഫേസ് ഐ ഡി ഉപയോഗിക്കും, ചില ആളുകൾ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കും, ചില ആളുകൾ പാറ്റേൺ അല്ലെങ്കിൽ പിൻ നമ്പറാണ് ഉപയോഗിക്കുക. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു വെറൈറ്റി ലോക്ക് സിസ്റ്റം ഉപയോഗിച്ചാലോ? അതായത് നമ്മുടെയൊക്കെ സൈനിച്ചർ. ഇഷ്ടമുള്ള ഒരു സൈനിച്ചർ കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ലോക്ക് ചെയ്തിടാൻ സാധിക്കും. അത് വെച്ചിട്ട് നിങ്ങളുടെ മൊബൈലിന്റെ ലോക്ക് തുറക്കാനും സാധിക്കും. എന്നാൽ തെറ്റായ ഒരു സൈനിച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും തുറക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം നമുക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള വെറൈറ്റി ലോക്ക് സിസ്റ്റം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഗസ്റ്റർ എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഓർമ്മയുള്ള നല്ലൊരു സൈനിച്ചർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സൈനിച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് തന്നെ റീ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓക്കെ ആണെങ്കിൽ ഇവിടെ പിൻ നമ്പർ ആഡ് ചെയ്യാൻ കാണിക്കും. ഈ ഒരു സൈനിച്ചർ മറന്നു പോയാൽ നമുക്കൊരു പിൻ നമ്പർ വേണമല്ലോ. ഇവിടെ ഞാനിപ്പോൾ 1 2 3 എന്ന് ഇവിടെ കൊടുക്കുകയാണ്. അത് തന്നെ വീണ്ടും റീ എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഗ്രാൻഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓഫിലായിരിക്കും, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഫോൺ എന്ന് കാണിക്കും. അവിടെയും ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ കൊടുത്തിട്ടുള്ള സൈനിച്ചർ, അതുപോലെ തന്നെ പിൻ നമ്പർ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനുകളും ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നമുക്കൊരു സെറ്റിങ്സ് ചെയ്യാനുണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻട്രൂഡർ സെൽഫി എന്ന ഓപ്ഷൻ. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇൻട്രൂഡർ സെൽഫി. അത് നമുക്ക് അത്യാവശ്യമാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം കൊടുക്കുക. അതായത് തെറ്റായ സൈനിച്ചർ ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫി എടുക്കണമല്ലോ. അതിനുശേഷം ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഏറ്റവും മുകളിൽ റോങ് അറ്റംപ്റ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് എത്ര പ്രാവശ്യം റോങ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സെൽഫി എടുക്കേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 1 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം തന്നെ തെറ്റായ സൈനിച്ചർ ചെയ്യുമ്പോൾ എനിക്ക് സെൽഫി എടുക്കണം. ഓക്കെ, ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ആയി കഴിഞ്ഞ ശേഷം നമ്മുടെ സെറ്റിങ്സുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇപ്പം ഞാൻ ഫോണൊന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് കൊടുത്താലും സൈനിച്ചർ ഇല്ലാതെ ഇത് തുറക്കാൻ സാധിക്കില്ല. ഓക്കെ, ഞാനിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ട് ഇവിടെ തുറക്കാണ്. തുറന്ന ഉടനെ തന്നെ എനിക്കിവിടെ സൈനിച്ചർ കൊടുക്കാൻ കാണിക്കുന്നുണ്ട്. തെറ്റായ ഒരു സൈനിച്ചർ ഞാനൊന്ന് കൊടുത്തു നോക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ നേരത്തെ കൊടുത്തതല്ല, ഇങ്ങനെ ഒരു സൈനിച്ചർ ഇവിടെ കൊടുക്കുകയാണ്. ഇത് തെറ്റായ സൈനിച്ചറാണ്. ഓക്കെ, തുറക്കുന്നില്ല. ഇനി ശരിയായ ഒരു സൈനിച്ചർ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ശരിയായ സൈനിച്ചർ കൊടുത്ത ഉടനെ തന്നെ ഇത് തുറക്കും. ഓക്കെ, ശരിയായ സൈനിച്ചർ കൊടുത്തു, ഉടനെ തന്നെ ഇത് തുറന്നു. ഓക്കെ, ഇനി തെറ്റായ സൈനിച്ചർ കൊടുത്താൽ ഒരു സെൽഫി എടുക്കുമല്ലോ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇൻട്രൂഡർ സെൽഫി എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻട്രൂഡർ ഫോട്ടോസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ഏത് ഡേറ്റിന് ഏത് ടൈമിന് നിങ്ങളുടെ ഫോൺ തുറക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ലോക്ക് സിസ്റ്റത്തിൽ വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.